ഈ ലോകത്തിൽ 2 ജീവികൾ മാത്രമേ തന്റെ വാഗൊണ്ട് നശിക്കാറുള്ളൂ. ഒന്ന് തവള, മറ്റൊന്ന് അവിടെ എന്തോ എഴുതുന്ന ടിവിയിൽ എന്താന്ന് നോക്കിയേ. ടിവിയിൽ എന്താന്ന്? ടിവിയിൽ മൊത്തം പൊടിയാ, തുടയ്ക്കാറില്ലേ? ഹസ്ബൻഡ് എന്ന് പറയുന്ന ജീവി. ഇത്തരം ജീവികളെ അത്ഭുത മൂലിക ലഭിക്കുന്ന അമേസോൺ കാട്ടിൽ മുതൽ ആലപ്പുഴ വരെ എവിടെ വേണമെങ്കിൽ കാണാം. ഈ ജീവികളുടെ സ്വഭാവവും നിത്യജോലി നമുക്കൊന്ന് കാണാം. ഒരുപാട് സമയം പേപ്പർ വായിക്കുന്നത്, എന്താ കഴിക്കുന്ന പോലും ബോധമില്ലാതെ ടി വി കാണുന്നത്, കാശിന് വിലയില്ലാത്ത ചിന്തകൾ. ഒരു ജോലി തുടങ്ങിയ അത് പൂർത്തിയാകാതെ വേറെന്തിലേക്ക് എടുത്തു ചാട്, തിരികെ വന്ന് അതേ ജോലി തന്നെ നോക്കി എവിടേക്കെങ്കിലും പോവുക. തനിക്ക് വരുന്ന ഭയങ്കര ദേഷ്യവും സന്തോഷവും എല്ലാം തൻ്റെ അടുത്ത് തന്നെ മാത്രം കാണിക്കുക, തൻ്റെ തന്നെ കൊഞ്ചിക്കുക, ഒരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുക. ഉദാഹരണത്തിന് നനഞ്ഞ തോർത്തുകൊണ്ട് അവിടെ തന്നെ ഇടുക, കാലിന്റെ ചോട്ടിൽ ഏതുണ്ടോ അതിനെ ചവിട്ടി തള്ളുക, ചായ ആറ്റാൻ അറിയാതെ നെൽത്തൊഴിച്ച് അതിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് വരിക, ചെരുപ്പ് വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ വരിക. തൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടിലേക്ക് വന്ന എന്തൊരു സന്തോഷമായി ജീവിക്ക്. പക്ഷെ തൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് വന്നാലോ? മൾട്ടി ടാസ്കിംഗ് ജോലി ചെയ്യാന്ന വിചാരം, പക്ഷേ ഒന്നും ശരിക്കും പൂർത്തിയാക്കില്ല. ബലം കുറഞ്ഞ എതിരാളികളുടെ അടുത്ത് തന്റെ ബലം കാണിക്കുക, പക്ഷേ അതിലും സ്വയം വിഡ്ഢിയാവും. ആരും വീട്ടിനകത്തില്ലെങ്കിൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടായിരിക്കുക. തെറ്റ് ചെയ്ത് കുടുങ്ങിയാലോ ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആയി മാറും. ഒരു എമർജൻസി സമയത്ത് തന്നെ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുക. തൻ്റെ വീട്ടിൽ എല്ലാം താൻ തന്നെ നോക്കുന്നതെന്ന് ഒരു അന്ധവിശ്വാസം. ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഈ ജീവി ഇങ്ങനത്തെ സ്ഥിതിയാവാൻ കാരണം ഈ നാടോ, ഈ സമൂഹമോ, ഇവിടുത്തെ രാഷ്ട്രീയം, അതോ പാകിസ്ഥാന്റെ പ്ലാനോ? ഇതൊന്നുമല്ല കാരണം. ഇതിന്റെ പ്രധാന കാരണം ഇതിന്റെ വായ തന്നെ. വരൂ നമുക്കൊന്ന് കാണാം. അയ്യോ, അച്ഛൻ അഡ്മിറ്റ് ആയിരുന്നോ? ഏത് ഹോസ്പിറ്റലിലാ? ദേ നോക്കൂ. എന്റെ അച്ഛൻ താഴെ വീണു. മേടിട്ടെന്നോ? അല്ല, നിന്റെ അച്ഛനെ പറഞ്ഞതല്ല. നോക്ക്, ടിവിയിലെ ക്രിക്കറ്റ് മാച്ച്. അയ്യോ, ഞാനല്ല. ഈ ജീവരാശിക്ക് അറിയാവുന്ന ഒരു കാര്യം എപ്പോഴും നോൺ സിംഗിൾ സംസാരിക്കാം. നിങ്ങൾക്ക് ആരാ ജയറാം എന്ന് പേര് വെച്ചത്? ഞാനും അത് കേട്ടങ്ങ് വിശ്വസിച്ചു. ജഗതി ശ്രീകുമാർ വെച്ചിരുന്നെങ്കിലേ കറക്റ്റ് ആയിരുന്നേനെ. വാട്ട്? ഭാര്യ എന്താന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ട എന്ന് കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ജീവിക്കാൻ അതിന് കഴിയൂ? നിന്റെ അച്ഛൻ പറഞ്ഞത് നീ മീനാക്ഷി ശേഷാദ്രിയാണെന്നല്ലേ? മീനാക്ഷിയെ പോലെയാണ്, കുഴപ്പമില്ല. ശേഷാദ്രി പോലെ ആവ്. ഞാൻ ചോദിച്ചോ? ഭാര്യ ഉണ്ടാക്കുന്ന പാചകത്തിൽ ഏതാ ഏറ്റവും ഇഷ്ടം? ബിരിയാണി. ഈ സാറിനോ? സർ, ആക്ച്വലി എൻ്റെ ഭാര്യ നന്നായിട്ട് പാചകം ചെയ്യും. സൂപ്പ്, ബിരിയാണി, പാസ്ത, പായ, ചിക്കൻ, മട്ടൻ മസാല. അതിൽ ചെറിയ സവാളയൊക്കെ ഇട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടാക്കും. അതിനുശേഷം ഫ്രൈഡ് റൈസ് നല്ല ചൂടോടെ ഉണ്ടാക്കി തരും. പിന്നീട് ഉണ്ടാക്കിയ നോൺ എടുത്ത് വായിലിട്ടാലുണ്ടല്ലോ, ഈശ്വര. അത് മാത്രല്ല, പിന്നെ മതി, നിർത്ത്. സാർ ധൃതിപ്പെടണ്ട. സാറിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഡിഷ് ഏതാ? ഉപ്പുമാവ്. അത് അവള് ഡെയിലി ഉണ്ടാക്കുന്നത്. ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞാ കിട്ടുന്നതും കിട്ടില്ല. സാറേ, സ്വന്തം ഭാര്യ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഡിഷ് ഉപ്പുമാ. പക്ഷെ പുറത്ത് പറഞ്ഞാലോ അടി ഉറപ്പാ, ഉറപ്പ്. നോക്കൂ, ഓരോരുത്തർ അവരുടെ ഭാര്യമാർക്ക് എന്തൊക്കെ ഗിഫ്റ്റാ വാങ്ങിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എനിക്ക് ഒരു യൂസ്ഫുൾ ഗിഫ്റ്റ് എങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഗിഫ്റ്റ് യൂസ്ഫുൾ? ടേബിളിൽ നോക്ക്, ടേബിളിന്റെ താഴെ നോക്ക്. എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ്? ഇഷ്ടപ്പെട്ടോ? വീയിങ് മെഷീനോ? അപ്പൊ ഞാൻ അത്ര തടിച്ചാണല്ലേ? കല്യാണത്തിന് മുമ്പ് എന്റെ പുറകെ നടന്നതല്ലേ? അപ്പോഴൊന്നും ഇനി ഇത്ര വണ്ണം തോന്നിയില്ലേ? നിന്നെയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ പൂ സ്വീറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയോ?
അരവിന്ദൻ സാറിന്റെ സ്റ്റൈൽ എടുക്കാതെ ഷാജി കൈലാസിനെ പോലെ കാച്ചി വിടണം. ഛേ ഓഫീസിലെ സരസ്വതി പൂജയായിരുന്നു അതാ. പോ, അവിടെ നിനക്ക് പൊരിയും കടലയും തരും. അത് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നോ. അതിരിക്കട്ടെ, നിന്റെ അനിയത്തിക്ക് എങ്ങനത്തെ പയ്യനെ നോക്കുന്നേ? നല്ല ടോൾ, ഫെയർ, ഹാൻസം ആയിട്ട് പഠിച്ച പൈസയുള്ള ഒരാളെയാ നോക്കുന്നത്. ഹാൻസമും നല്ല ഫെയറും പഠിച്ചവനും ഹൈറ്റുള്ളവനും. നിന്റെ അമ്മയ്ക്ക് പോലും ഇങ്ങനെ ഭർത്താവിന് കിട്ടിയില്ല, പിന്നെ എങ്ങനെ നിന്റെ അനിയത്തിക്ക് കിട്ടുക? മണ്ടത്രം പറഞ്ഞ ആരെങ്കിലും ചിരിക്കണമെന്ന് പ്രതീക്ഷിക്കും. ഒരുപക്ഷെ ആരും ചിരിച്ചില്ലെങ്കിലോ താൻ തന്നെ. ഇങ്ങനെ ചിരിച്ച എന്താ സംഭവിക്കുക? എന്റെ അമ്മ അച്ഛനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കുന്നോ? എന്റെ അനിയൻ നാട്ടിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് വരുന്നുണ്ട്. എന്താ സൂവിലെന്താ ഒരാഴ്ചത്തെ ലീവാ? തന്റെ സഹോദരൻ സമർത്ഥൻ, തന്റെ ഭാര്യയുടെ സഹോദരൻ മണ്ടൻ. പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത് തന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുമ്പോ. ഒരു ദിവസം തന്റെ വായനാമം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ഈ ജീവി മനസ്സിലാക്കും. ഇനി മുതൽ സംസാരമില്ല, സൈലൻസ് എന്ന് തീരുമാനിക്കും. പക്ഷെ വിധി തീരുമാനിച്ച കാര്യം പിന്നെയും മാറ്റും. ദേ, എന്റെ അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കൂടെ എന്റെ അനിയത്തെ കൊണ്ടുവരുന്നുണ്ട്. ഓ, അമ്മ എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞില്ല, അനിയത്തി എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കുന്നോ? ഓ, നിനക്ക് അങ്ങനെ വിചാരമുണ്ടോ? എന്നെ കല്യാണം കഴിച്ചാൽ തന്നെ നിനക്ക് വലിയ കാര്യമാണ്. എന്റെ അനിയത്തിയും വേണോ? നല്ല ഉറക്കത്തിൽ പോലും ഈ ജീവിയുടെ വാ വെറുതെ ഇരിക്കില്ല. ഉറങ്ങുമ്പോഴെങ്കിലും നിങ്ങളുടെ വായ അടച്ചു വെച്ചൂടെ മനുഷ്യ? നിങ്ങൾ എന്തൊരു ജന്മമാ? വാട്ട് ആർ യു? ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോയി കടന്നോളാം. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദിസ് പ്ലേസ് എനിമോർ. മോറൽ ഓഫ് ദി സ്റ്റോറി, തവള ഒരു വിധത്തിലെ തന്റെ വായോണ്ട് നശിച്ചു പോകും. പക്ഷേ ഈ ഹസ്ബൻഡ് എന്ന ജീവി പല വിധത്തിലും തന്റെ വായോണ്ട് നശിച്ചു പോകും. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഭാര്യ എന്ന് പറയുന്ന സംഗീതത്തിൽ ഭർത്താവ് മൃദംഗം. ഈ സൈഡിൽ പോയാലും അടി, ഈ സൈഡിൽ പോയാലും അടി. എന്തു പറഞ്ഞാലും ഞാൻ കുടുങ്ങുമെന്നത് സത്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മലയാള മീറ്റർ എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ചെയ്യില്ലേ? അവിടെ എന്താ ഒരു ശബ്ദം? ഞാൻ മൃദംഗം വായിക്കുകയാണെന്നേ. സബ്സ്ക്രൈബ് ചെയ്യൂ. ബട്ടൺ അമർത്തിയില്ലേ?